എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമുക്കിന്ന് കുമ്പളങ്ങ തോരൻ വെക്കാവേ. ഞാനൊരു കുമ്പളങ്ങ കഴുകി തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പുറത്തൊരു പൗഡറുണ്ട്, അത് കയ്യെ പറ്റുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ കഴുകി തുടച്ചെടുത്തത്. എന്നിട്ട് പകുതി കുമ്പളങ്ങ കേട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നുള്ളത്. നമ്മൾ ഈ കപ്പളങ്ങ തോരനൊക്കെ വെക്കില്ലേ, അതുപോലെയൊക്കെ തന്നെയാണ്. കപ്പളങ്ങ തോരൻ ഇഷ്ടമില്ലാത്തവർ ഇത് ഉണ്ടാക്കണ്ട കേട്ടോ. അതുപോലെ ഇതിൻ്റെ പുറത്തെ തൊലിയും കളഞ്ഞ് അകത്തുനിന്ന് കുറച്ച് ഭാഗങ്ങൾ കുരുവൊക്കെ ഇരിക്കുന്ന ഭാഗമില്ലേ, അതും കളഞ്ഞ് വെച്ച് ഈ കപ്പളങ്ങ അരിയുന്ന പോലെ തന്നെ ഇതുപോലെ കുരുകുരാന്ന് അരിയണേ. കപ്പളങ്ങ എന്ന് വെച്ചാൽ പപ്പായ എന്ന് പറയും, പല സ്ഥലത്ത് പല പേരല്ലേ പറയുന്നത്. ഇതുപോലെ എന്നിട്ട് നമ്മൾ അതേപോലെ ഈ ചെറിയ ഉള്ളി കുറച്ച് ഇതുപോലെ അരിഞ്ഞെടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ മതിയേ. പിന്നെ 2-3 പച്ചമുളക് വേണം, ഒരു തണ്ട് കരിയാപ്പില, കുറച്ച് നല്ലപോലെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണേ. പിന്നെ നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കരുത് കേട്ടോ. പിന്നെ ഒരു പാനിൻ്റെ അകത്തോട്ട് എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് വെച്ച്, ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇച്ചിരി ജീരകം പൊട്ടിക്കുക കേട്ടോ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് ചെറുതീയിൽ കുക്ക് ചെയ്തെടുക്കണേ. അതുപോലെ നമ്മളിപ്പോൾ അലുമിനിയ പാത്രത്തിലൊക്കെ ആണെങ്കിലുണ്ട്, എനിക്ക് ഇങ്ങനത്തെ പാത്രത്തിൽ തോരൻ കറിയൊക്കെ വെക്കാൻ ഇഷ്ടമേ. അലുമിനിയത്തിൻ്റെയൊക്കെ പാത്രം അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളപ്പോഴും വെള്ളം ഒഴിക്കരുത് കേട്ടോ. മൂടി വെച്ചിട്ട് നല്ലപോലെ ആവിയൊക്കെ ആയി കഴിയുമ്പോൾ അടുക്കി പിടിക്കുമെന്ന് തോന്നുമ്പോൾ നമ്മൾ ആ ഫ്ലെയിം അങ്ങ് ഓഫാക്കി വെക്കണേ. അപ്പോൾ ഗ്യാസ് ഓഫായിരിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ആവി വരും, അതും കൊണ്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. നല്ല സൂപ്പർ തോരന, നമുക്കൊക്കെ ഇവിടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമുക്ക് ക്യാരറ്റും കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കാവേ. ഇതെന്ന് വെച്ചാൽ നമ്മൾ ടാങ്കൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെയൊക്കെ തന്നെ നമുക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ പിള്ളേരെ പറ്റിക്കാൻ നല്ലതാണ് കേട്ടോ. നന്ദുവിനും ഞാനിങ്ങനെ പറ്റിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ക്യാരറ്റ് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ച് കഴുകി ഇതുപോലെ ചെറിയ പീസാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളൊരു പാനിൻ്റെ അകത്തോട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ടേച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ. ഞാൻ എളുപ്പത്തിന് കുക്കറിലിട്ടൊരു വിസിലടിപ്പിക്കാറാണ് പതിവ്. ഇന്നിപ്പോൾ ഞാനിങ്ങനെ എടുത്തതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇത് നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ കുത്തി നോക്കുമ്പോൾ അറിയാവേ, നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാൻ ഇതേപോലെ 3 പ്രാവശ്യം പഞ്ചസാര ഇട്ടായിരുന്നേ. അവിടെ ആ പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ഫ്ലെയിം അങ്ങോട്ട് ഓഫാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ചൂടെല്ലാം ഒന്ന് ആറി കഴിയുമ്പം അത് നമ്മൾ മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണേ. ഒരു ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണേ. പിന്നെ വെള്ളമൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അരച്ചെടുത്തിട്ട് ഇതേപോലെ കൊച്ചു പിള്ളേരില്ലേ, കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നല്ലതാട്ടോ. ഞാനിവിടെ നന്ദുവിനൊക്കെ ചെറുതിൽ ഇങ്ങനെ കൊടുക്കുമായിരുന്നേ. അതിനെന്ന് വെച്ചാൽ നന്ദുവിന് കൊടുക്കുന്ന നന്ദുവിൻ്റെ ഇങ്ങനെ പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ചാൽ അവനെല്ലാം ഒന്നും കഴിക്കില്ല, അവന് ഇഷ്ടമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചതിൻ്റെ അതൊരു കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയിട്ട് നമ്മളതൊന്ന് അരിച്ചെടുക്കുക. കാരണം ഒരു ഇച്ചിരി ഒരു തരി പോലെയൊക്കെ കാണുമല്ലോ, നല്ലപോലെ അറിയാത്ത ഭാഗങ്ങളൊക്കെ കാണുവേ. എന്നിട്ട് കണ്ടോ, ഇപ്പം നല്ല മധുരം ഒന്ന് നോക്കുവാണ് ചെയ്തത്. മധുരം ഇച്ചിരി കൂടെ മധുരം വേണമെന്ന് നന്ദു പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാരങ്ങ കൂടെ ഒഴിച്ചെങ്കിൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ എന്നിട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുവേ. ഇതിപ്പം ആ 2 വലിയ ക്യാരറ്റും കൊണ്ട് 5 ഗ്ലാസ് ജ്യൂസ് നമുക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഇച്ചിരി മധുരോടെ വേണ്ടി വന്ന് നാരങ്ങ കൂടെ പിഴിഞ്ഞ് ഒഴിച്ചപ്പോഴേ ഒരു നാരങ്ങയും പിഴിഞ്ഞ് ഒഴിച്ചു കേട്ടോ. അപ്പം നമുക്ക് ഇതുകൊണ്ട് 5 ഗ്ലാസ് എടുക്കാൻ പറ്റുവേ. ഇപ്പം 3 ഗ്ലാസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. നമ്മളിപ്പോൾ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ഇടുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും കാണാവേ.